ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 55 ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഞാനിപ്പം മിക്ക വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് പേര് വന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് അയച്ചു തരാമോ, പറയാമോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെ ഉള്ളതും ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഈ കോഴ്സിലേക്ക് മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 55 ഹോട്ട് ടോപ്പിക്സ്, അതായത് 2021 മുതൽ 25 വരെ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 55 ഹോട്ട് ടോപ്പിക്സ് GK-യിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് അതിന്റെ SCRT, NCRT, സ്റ്റാൻഡേർഡ് ബുക്സ്, അതുപോലെ UPSC-യുടെ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചിലത് ഇംഗ്ലീഷ്, ചിലത് മലയാളത്തിൽ, അങ്ങനെ PDF-ഉം ക്ലാസ്സുകളുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം തീർന്നു. അതിനുശേഷം ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മോക്ക് ടെസ്റ്റുകളാണ്. ഈ 55 ഹോട്ട് ടോപ്പിക്സ് പഠിപ്പിച്ചിട്ട് ഈ 55 ഹോട്ട് ടോപ്പിക്സിന്റെ ഡെയിലി മോക്ക് ടെസ്റ്റ് അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് മാർച്ച് 20-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 22 ദിവസം കൊണ്ട് ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് കവർ ചെയ്യുക. 2 ടോപ്പിക് നിങ്ങൾ ഒരു മണിക്കൂർ കൃത്യമായിട്ടൊന്ന് ഇരിക്കുകയാണെങ്കിൽ ഈ 55 ടോപ്പിക്സ് നിങ്ങൾക്ക് 22 ദിവസം കൊണ്ട് തീർക്കാം. ആ ഒരു രീതിയിൽ ഈസി ആയിട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ കേരള ഹിസ്റ്ററി തീർത്തു. അപ്പൊ ഇതെല്ലാം തന്നെ PDF ആയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി വരുന്നവർക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PDF കിട്ടുന്നതായിരിക്കും. ഇനി എക്സ്ട്രാ വരാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു 55 ദിവസത്തെ ഹോട്ട് ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റ് തീർക്കാൻ പോകുന്നത് ഏപ്രിൽ 12-ാം തീയതിയാണ്. പിന്നെ ഏപ്രിൽ 12 മുതൽ ഫുൾ GK-യുടെ മോക്ക് ടെസ്റ്റ് പ്ലസ് ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റും കൂടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ളതും UPSC ചോദിച്ചിട്ടുള്ള MCQ ചോദ്യങ്ങൾ പ്ലസ് നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്സിൽ നിന്നുള്ള MCQ ചോദ്യങ്ങളുമാണ്, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ. എന്നാൽ ഈ ഒരു ഏപ്രിൽ 13 മുതൽ തുടങ്ങാൻ പോകുന്ന GK പ്ലസ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പം ഈ GK-ക്കകത്ത് നമ്മൾ ഇപ്പം മിക്ക PSC എക്സാംസിനും ചോദിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ 13-ാം തീയതി തൊട്ട് നമ്മൾ തുടങ്ങുന്ന GK-ക്കകത്ത് മറ്റു സംസ്ഥാനങ്ങൾ ചോദിച്ചതും ഈ പറഞ്ഞതുകൂട്ട് തന്നെ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും, ഇംഗ്ലീഷിന്റെ ആണെങ്കിലും PSC മറ്റു സംസ്ഥാനങ്ങളും നമ്മുടെ PSCയും ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള GK ആയിരിക്കും. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ, നമ്മളൊരു 70 മാർക്കാണ് മോക്ക് ടെസ്റ്റിലൂടെ അച്ചീവ് ചെയ്യാൻ. 70 മാർക്ക് സിലബസിന്റെ കംപ്ലീറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് മെയ് 2 ആവുമ്പോഴത്തേക്കും തീരത്തക്ക രീതിയിലാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു 55 ഹോട്ട് ടോപ്പിക്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏപ്രിൽ 12-ന് തീരും. അതിനുശേഷം GK-യുടെ ഇംഗ്ലീഷിന്റെയും, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ PSC-യുടെ GK ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട MCQs എല്ലാം അടങ്ങിയിട്ടുള്ള GK-യും ഇംഗ്ലീഷുമായിരിക്കും നമ്മൾ അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.